എന്താണ് ഫോണില്? ഫേസ്ബുക്കിലാണോ? നീ ആ കനികാമേനെ സ്വയം കൊടുക്കണുണ്ടാ? ഏത് +2 പഠിക്കണ കനികാമേനോനാ? അറിയാന്ന? അതേടാ. അമ്മച്ചിക്ക് എങ്ങനെ? 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ. ഒറ്റ വെറ്റിന് രണ്ടുണ്ടാക്കിയിട്ട് എണ്ടപ്പം ജയിനി പോകുമ്പോ എനിക്ക് 9 വയസ്സ്. ഇത് പറയുന്ന ഇവർ 5 വയസ്സ്. എല്ലാവരും ക്ലാപ്പ് കാവിൽ പൂരക്കാവടി തീലിക്കോലടി പാണ്ടി പടയണി മേളം ഓ കാവടി മേളം. വെൽക്കം ടു ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഫ്രൂട്ടമാൻസ്. ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ ഫേവറേറ്റ് ഭാഗമായ വെൽക്കമിംഗ് ശ്വേത ചേച്ചിയുടെ സെഗ്മെന്റിലേക്ക് നമ്മൾ പോവാണ്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ശ്വേത മേനൻ. അങ്ങനെ പറയല്ലേ, എനിക്ക് അങ്ങനത്തെ ഡാൻസ് കളിക്കാറില്ല. അങ്ങനെ ഓക്കെ, ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. ചേച്ചി ഇങ്ങനെ മെലിങ്ങി ഇങ്ങനെ പോവല്ലേ? വാട്ട് ഈസ് ദിസ്? ഓ there's lot of planning happening. ഭയങ്കര മെലിങ്ങി വരികയാണ് മോള്. സോ ചേച്ചി, how you feeling today? നമ്മുടെ very good. ചേച്ചി നാട്ടില് പോയി ഞാൻ എന്റെ വാളാഞ്ചേരി, ഞാൻ കല്യാണം കഴിച്ച സ്ഥലമാണ്. എൻ്റെ അച്ഛൻ്റെ കുടുംബം വാളാഞ്ചേരി നമ്മളെ ശാസ്താവ് ടെമ്പിളിൽ വെച്ചൊരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അവിടെ വന്ന ഓരോരോ കുഞ്ഞുങ്ങളും ഓരോരോ കട്ടുറുമ്പുകളും അമ്മച്ചിമാരും അമ്മമാരും എല്ലാവരും വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളല്ലാതെ എൻ്റെ മക്കൾക്ക് അത് കാണാതെ വേറെ ഒരു നമ്മൾ ഭക്ഷണം വരെ കൊടുക്കുമ്പോൾ കട്ടുറുമ്പ് കണ്ടിട്ടാണ്. അതെല്ലാം കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം വന്നു. താങ്ക് യു. വീണ്ടും ഞാൻ പറയാണ്, നമ്മൾ അങ്ങനെ എൻ്റെ നൺസ് കാണാൻ പാടില്ല. അതെ, അത് അവിടുത്തെ സിസ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ടിവിയിലൂടെ. അവർ പറയുന്നത് കട്ടുറുമ്പിലാണ് ഏറ്റവും നിഷ്കളങ്കമായ നമ്മുടെ പോസിറ്റീവ് എനർജി. സോ എനിക്ക് ഇന്ന് പറയാനുള്ളത്, ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ഷോ ആണ് നമ്മുടെ കട്ടുറുമ്പ്. നമുക്ക് ഒരുമിച്ച് പറയായിരുന്നു. ഇറ്റ്സ് ഓക്കേ, ഇനി സമയമുണ്ടല്ലോ, ബിക്കോസ് എപ്പിസോഡ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്ലീസ് ഗോ ആൻഡ് സിറ്റ് ഇൻ ദി പ്ലേസ് ഓഫ് ദി ഇന്റീരിയർ ഡെക്കറേഷൻ. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഫ്രൂട്ടമാൻസിലെ ഇനി അടുത്തതായി വരാൻ പോകുന്ന ഒരു ഡബ് സ്മാഷ് ആണ്. നീ പോ മോനെ ദിനേശ. അത് അങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് എത്ര പറഞ്ഞാലും ആ സ്റ്റൈൽ, ലാലേട്ടന്റെ ആ സ്റ്റൈലിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ ലാലേട്ടനല്ല, ചേച്ചി പോലെയൊക്കെയാണ്. ബട്ട് നമ്മുടെ ഒരു മിനി ലാലേട്ടൻ ഇപ്പൊ വരുന്നുണ്ട് ഡബ് സ്മാഷില്. നരസിംഹം എന്ന മൂവിയുടെ ഒരു ഡബ് സ്മാഷുമായി നമ്മളുടെ സ്വന്തം ലാലേട്ടൻ ദക്ഷിത് വരുന്നു. യെസ്, കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരാളോടൊന്ന് സംസാരിക്കണം. ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാവൻ? വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക്
ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. കാണ്. നരസിംഹം ധർമാർത്ഥമോക്ഷം നരസിംഹം പൂർണ്ണം ബ്രഹ്മം നരസിംഹം ത്വമേവ സർവം നരസിംഹം. പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന് യഥാവിധി അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത്. പക്ഷെ മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന മഹാഭാവിയും സർവോപരി നാറിയുമായിരുന്ന നിന്റെ തന്തയുടെ എല്ലിൻ പൊടിയും മാംസം കത്തിയ ചാരവും പവിത്രയായ ഈ നദിയിൽ വീഴരുത്. അത് കളങ്കപ്പെട്ടു പോവും. ഒരു പിടി പുണ്യാത്മാക്കളുടെ ശേഷക്രിയ ഏറ്റുവാങ്ങി ഈ മണത്തിട്ട മാധവൻ നമ്പ്യാർക്ക് ഇനി ജന്മങ്ങൾ പലത് ജനിച്ച് മരിച്ചാലും തീണ്ടാപ്പാടകലെയാണ്. അതുകൊണ്ട് പോയി വീടിന്റെ കന്നിക്കോണിലുള്ള തെങ്ങിനെ തടം വെട്ടി ഈ ചരതിലിട്ട് മൂട്. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ. പഴനിമല മുരുകന് പള്ളിവേലായുധ പാറിപ്പറക്കുന്ന പൊന്മയിൽ വാഹന മാർഗഴി തിങ്കളോ ജ്ഞാനപ്പഴം വരിക വരിക വടിവേല ഹരഹരോ ഹരഹര ഹരഹരോ ഹര. ധില്ലം ധില്ലം ധളാങ്കണക്ക ചണ്ടമൃതങ്ങം മേലേക്കാവിൽ പൂരക്കാവടി തീലിക്കോലടി പാണ്ടി പടയണി മേളം ഓ കാവടി മേളം. ഹേ നാട്ടുകളരി കച്ചമുറുക്കണ വാൾപ്പയറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വലമ്പിരി വെട്ടി തോതിര കടകമുടിയും തടയും താളം ഓ കടകൻ താളം. കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യപ്പുവിലുണ്ടേ. കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യപ്പുവിലുണ്ടേ. സതിരുണ്ടേ സംഗീത ശിരോമണി തങ്കവേലുവയ്യങ്കാർ തില്ലാന മോഹനാമ്പാൾ ഒരു പൊയ്ക്കാൽ കുതിരമേൽ തനിച്ചിരുന്നുറങ്ങുന്ന വെങ്കിടേശ. വെങ്കിടേശ നാക്കില്ല മുക്കില്ല വായില്ല കുഞ്ഞിലെ ഉച്ചിപ്പിരാന്തിക്ക് ദേവാരത്തിനും തൈമാസത്തിലെ കല്യാണത്തിനും കറുകറുകെ കറുത്ത മുത്തോളം കാമേ കൊയ്തെടുക്കിൻ തങ്കമിട് തത്താൻ ചക്ക മാരിയമ്മൻ കുടമിട് അക്കുടമിട്. ധില്ലം ധില്ലം ധളാങ്കണക്ക ചണ്ടമൃതങ്ങം മേലേക്കാവിൽ പൂരക്കാവടി തീലിക്കോലടി പാണ്ടി പടയണി മേളം ഓ കാവടി മേളം. ഹേ നാട്ടുകളരി കച്ചമുറുക്കണ വാൾപ്പയറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വലമ്പിരി വെട്ടി തോതിര കടകമുടിയും തടയും മേളം ഓ കാവടി മേളം ഓ കാവടി മേളം ഓ കാവടി മേളം. കാവടി മേളം പടയണി മേളം പടയണി മേളം കാവടി മേളം കാവടി മേളം പടയണി മേളം പടയണി മേളം കാവടി മേളം കാവടി മേളം പടയണി മേളം പടയണി മേളം കാവടി മേളം. കാവടി മേളം പടയണി മേളം പടയണി മേളം കാവടി മേളം. സോ ഇപ്പൊ നമ്മൾ കണ്ടത് ഏത് സിനിമയിലെ സീനാണ്? നരസിംഹത്തിലെ ഹീറോയുടെ പേരെന്താ? ലാലേട്ടന്റെ റോള് നിങ്ങൾ ആരാ ഇപ്പൊ ചെയ്തത്? വാസുദേവന് എല്ലാരും ഒരു ഉമ്മ കൊടുത്തേ. ലാലേട്ടനൊരു ഉമ്മ. മതി 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 മതി. ഇനി എല്ലാരും മാറിക്കേ. മതി പെണ്ണുങ്ങള് മതി 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 മതി. നന്നായിട്ട് ചെയ്തു, എല്ലാരും നന്നായി ചെയ്തു. കാവടി ചെയ്തവരൊക്കെ കൈപൊക്കിക്ക്. കാവടി സൂപ്പർ ആയിട്ട് നന്നായി ചെയ്തു. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഫ്രൂട്ടമാൻസിൽ ഇനിയൊരു സ്കിറ്റ് എന്ന് പറയാൻ പറ്റില്ല അതിന്. ബിക്കോസ് അതൊരു വലിയൊരു അവാർഡ് നൈറ്റ് ആണ്. ചിലപ്പോൾ ഈ സ്റ്റേജ് തന്നെ നമ്മൾ മാറ്റിമറിക്കും. ബട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ പലതരത്തിലുള്ള അവാർഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സ്റ്റാർ സ്റ്റഡഡ് സെലിബ്രിറ്റീസ് ഉള്ള ആക്ടേഴ്സിന്റെ നൈറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. സിംഗേഴ്സിന് വേണ്ടിയുള്ള അഡ്വൈസ്. പക്ഷേ ഇതൊന്നും അല്ല.
പൊളിറ്റിക്കൽ അവാർഡ് നൈറ്റ് ആണ് നമ്മൾ ഇനി കാണുന്നത്. ഫുൾ ഓഫ് പൊളിറ്റിക്സ്. അപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല, കണ്ടു തന്നെ അറിയണം. സോ ശ്വേത ചേച്ചി, are you ready? Are you ready? Yes. So let's invite an arty-bully skit from Katrum. ഹായ് കൊച്ചിൻ. അയ്യോ ഞാൻ കൊച്ചല്ല, അവതാരകനാ. എടാ അവതാരക, ഞാൻ കൊച്ചിന്ന് പറഞ്ഞതാ. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ഇതാ നിങ്ങൾക്ക് മുമ്പിൽ കേരള ചാനൽ അവതരിപ്പിക്കുന്നു പൊളി 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 പൊളി. ഇതെന്ന് പൊളി ഉറപ്പാ. കേരളത്തിലെ ആനുകാലികം. അയ്യോ ആനുകാലികം അല്ല, ആനുകാലികം. ആ കാലികത്തെ പ്രമേയമാക്കിയ ചിത്രങ്ങൾക്കാണ് ഈ പൊളിറ്റിക്കൽ അവാർഡ് നൽകുന്നത്. ഉച്ചക്ക് ചോറിന്റെ കറിയാണോ? ഏത് കറി? ക്യാരറ്റ് കറി. അയ്യോ ക്യാരറ്റ് കറി അല്ല, കാറ്റഗറി. അവാർഡിന് എടുക്കുന്ന സിനിമ വിഭാഗങ്ങളെയാണ് കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പൊ എടുക്കാത്തതിനാണോ ഈ മലക്കറി എന്ന് പറയുന്നത്? അവാർഡിന് പരിഗണിച്ച ആദ്യത്തെ സിനിമ ചിത്രം മതിലുകൾ. മതിൽ ചാടിക്കടന്ന് ജഡ്ജിയെ കാണാനെത്തിയ അൽസർ അനിയെ. അയ്യോ അൽസർ അല്ലടാ, പൾസർ. അതെ പൾസർ അനിയെ പോലീസ് പിടികൂടുന്ന സാഹസ്യമായ സീനുകൾ ഉൾപ്പെടുത്തിയതാണ് ഈ സിനിമ മതിലുകൾ. നമുക്ക് ചിത്രത്തിന്റെ സീനുകളൊന്ന് കാണാം. ഹലോ, കേക്കുന്നുണ്ടോ? ആരാ സംസാരിക്കുന്നേ? ഞാനാ, പൾസറനിയ. എന്താ മോനെ കാര്യം? ആരാ സംസാരിക്കുന്നേ? സി എ ചന്ദ്രശേഖരൻ. സാറേ, സാറിന്റെ ശബ്ദം എന്താ ഇങ്ങനെ? ജനിച്ചപ്പോ തൊട്ട് ഇങ്ങനെയാ. ജഡ്ജി ഉണ്ടോ? ഇല്ല, ഉണ്ണാൻ പോയിക്കുന്നേ ഉള്ളൂ. നീങ്ങുവാ, ഇപ്പൊ ഞാനാ ജഡ്ജി. മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ. നമസ്കാരം. എല്ലാം സഹിച്ച് ക്ഷമിച്ച് ജീവിക്കുന്ന എന്നെ ഒരു സഹനടനായി തിരഞ്ഞെടുത്തതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ഈ അവാർഡ് നൽകുന്നതിനായി മുൻ മുഖ്യമന്ത്രി തുമ്മൻചാണ്ടി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പുള്ളി ഇവിടെയും വന്നല്ലേ? അച്ചുമാമ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം, സുഖകരം, വിലയുമില്ല കൂലിയുമില്ല. എടോ തുമ്മൻചാണ്ടി, ഇപ്പോ എന്റെ അവസ്ഥ വായില്ല കുന്നില്ല അപ്പൻ അപ്പൻ. അച്ചുമാമ, ഞാൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോ എന്തൊക്കെയായിരുന്നു ഇവിടെ ബഹളം? കുട്ടികളാകുമ്പോ കുറച്ച് വാശി പിടുത്തവും ബഹളമൊക്കെ കാണും. വലിയവരായ നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ഈ സമയത്ത് ഈ അവാർഡ് കിട്ടിയ സന്തോഷത്തിൽ അച്ചുമാമയ്ക്ക് ഒരു പാട്ട് പാടാവോ? തീർച്ചയായും. ഹലോ ടെസ്റ്റ്. ഇയാള് പാടിക്കഴിഞ്ഞാൽ ഞാൻ അപ്പ അത് കൊളവാക്കും. മികച്ച നടി പാചകത്തിലൂടെ വന്ന് കേരളക്കരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ സർവകലാശാല എന്ന ചിത്രത്തിന്റെ അഭിനയത്തിലാണ് ബിസ്മി നായർക്ക് അവാർഡ്. ഒരു സർവകലാശാലയെ സർവകലാപശാലയാക്കിയ നമ്മുടെ സ്വന്തം നായികയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു ബിസ്മി നായർ. ലക്ഷ്മി ബാബ, ലക്ഷ്മി ബാബ, നീ എൻ സൗഭാഗ്യം. ബാബ ലക്ഷ്മി ബാബ, ലക്ഷ്മി ബാബ, നീ എൻ സംഗീതം. മരതമേട്ടിൽ മഞ്ജുളമേട്ടിൽ കൂടെ നീ ബാബ, പെണ്ണെ മധുരനിലാവിൽ മാറി ചേരാനഴകേ നീ ബാബ. നമസ്കാരം ബിസ്മി ചേച്ചി. നമസ്കാരം. ചേച്ചിക്ക് എങ്ങനെയാണ് ഇത് അഭിനയിക്കാൻ കഴിയുന്നത്? കഠിന പ്രയത്നം, പിന്നെ 24 ക്യാരറ്റിന്റെ സൗന്ദര്യം. മേഡത്തിന്റെ സിനിമ തിയേറ്ററിൽ കൂടെ കാണാൻ പറ്റില്ല, എല്ലാം ടിവിയിലാ കണ്ടത്. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പെർഫോം ചെയ്യൂ. എന്റെ പാചകം മതിയോ? ആദ്യം വാചകോടി ഒന്ന് നിർത്തൂ.
എന്നാ നമുക്ക് കാണാം ബിസ്മ ചേച്ചിയുടെ അടിപൊളി ഒരു നൃത്തം. Next category of award മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് വൈറ്റ് ചർച്ച് നരേഷൻ. അതായത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം ഈ അവാർഡ് എനിക്ക് തന്നെ തന്നതിൽ എല്ലാവരോടും നന്ദിയും കടപ്പാടൊക്കെ ഉണ്ട്. അടുത്തതായി മികച്ച പ്രൊഡ്യൂസറിനുള്ള അവാർഡാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം മോദിജി. ഗുജറാത്തി ഭാഷയിൽ നിർമ്മിച്ച 5 വർഷം എന്നുള്ള സിനിമയ്ക്കാണ് ഈ അവാർഡ്. മേരെ ദേശവാസിയോ സബ് ലോഗോं की നമസ്കാർ. നിങ്ങളുടെ ഏത് ആവശ്യവും സപ്ലൈകോ വഴി നടപ്പിലാക്കും. മേരാ ബേട്ട പേട്ട എന്ന സ്ഥലത്ത് മേരാ ബേട്ടി ആരെയോ ഒരാൾ വെട്ടി. അങ്ങനെയാണെങ്കിൽ നാളെ കേരളത്തിൽ ഹർത്താലായിരിക്കും. മേരെ ദേശവാസിയോ കേരൾ ബഹുത് അച്ഛാ ദേശ് ഹേ. കേരളം ഒരു അച്ഛന്റെ നാടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. തുഞ്ചത്തെഴുത്തച്ഛനെയാണ് അദ്ദേഹം ഈ അവസരത്തിൽ ഓർത്തു പോകുന്നത്. കേരൾ മേ ആനെ വാലെ കേരളത്തിലെ ആനവാലും ഏക് ബച്ചനെ മുझे പൂछा കൊച്ചു കൊച്ചു പൂച്ചകളുമാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ഇനി ഞാൻ തർജ്ജമ ചെയ്ത വേറെ വല്ലതും ആയിപ്പോ. ബൈ, ശുക്രിയ. മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡാണ് നൽകാൻ പോകുന്നത്. ബെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ അഡ്വക്കേറ്റ് വാളു. ആദ്യം എഴുതിയ തിരക്കഥ ഏതായിരുന്നു? ചിന്താമണി കൊലക്കേസ്, സുധ കൊലക്കേസ്, സീന കൊലക്കേസ്. അപ്പൊ ആദ്യത്തെ കേസ് ഏതായിരുന്നു? എന്റെ വീട്ടിന്റെ അടുത്തുള്ള വാഴക്കൊലക്കേസ്. അവനെ ഞാൻ ജീവപര്യന്തം വാങ്ങിക്കൊടുത്തു. ഇന്ന് വാഴൻ അവാർഡിന് അർഹമായ തിരക്കഥ പെട്രോൾ തീർന്ന് വഴിവക്കി നിൽക്കുന്ന പാവപ്പെട്ട പൾസർ യാത്രക്കാരനെ പ്രമുഖ നടി തട്ടിക്കൊണ്ടുപോയതാണ് തിരക്കഥ. അഡ്വക്കേറ്റ് സാറേ, ഈ തിരക്കഥയ്ക്ക് അവാർഡ് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഞാൻ ഇത് ഏത് കഥയ്ക്ക് അവാർഡ് കിട്ടാത്തത്? ഞാൻ എന്റെ ഇഷ്ടത്തിന് കഥ വളച്ചൊടിക്കും. സാറേ, മൊമെന്റോ? എനിക്ക് മൊമെന്റോ വേണ്ട, എനിക്ക് കമന്റോ ഇഷ്ടം. അഴിമതി തീർന്ന അവാർഡ് നിർത്തലാക്കുക. എല്ലാവർക്കും അവാർഡ് തരിക. അതാരാ? പൊളിറ്റിക്കൽ അവാർഡല്ലേ കൊടുക്കുന്നത്. അവാർഡ് കിട്ടാൻ രാഷ്ട്രീയക്കാര് ബഹളം ഉണ്ടാക്കുക. അടിക്കും ഞങ്ങൾ, പൊളിക്കും ഞങ്ങൾ, അടിക്കും ഞങ്ങൾ, പൊളിക്കും ഞങ്ങൾ, അടിച്ചു പൊളിച്ച് നിരത്തും ഞങ്ങൾ, അടിച്ചു പൊളിച്ച് നിരത്തും ഞങ്ങൾ. നിർത്ത്. അതെ, ഈ പരിപാടി ഇവിടെ നടക്കില്ല. നിങ്ങൾ ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ. ഇവർക്കൊക്കെ കൊടുക്കാമെങ്കിലേ ഞങ്ങൾക്കും വേണം അവാർഡ്. തെരഞ്ഞെടുത്തവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അത് ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതെന്താ? അതാണ് രാഷ്ട്രീയം. സൂപ്പർ. നമ്മളുടെ ആങ്കേഴ്സ് ആണ് പേർലി. നന്നോടും ബെറ്റർ ആണ് അവര്. നല്ല പോലെ ആങ്കറിംഗ് ചെയ്തവര്. ആ പൊളിറ്റിക്കൽ അവാർഡാണ് നമ്മളിപ്പോ കണ്ടത്. അതെ, പൊളിറ്റിക്കൽ അവാർഡ്. ഓക്കെ, നമ്മളിപ്പോ കണ്ട പൊളിറ്റിക്കൽ അവാർഡാണ്. അതായത് കുഞ്ഞു പിള്ളേർ വരെ ഇപ്പൊ പൊളിറ്റിക്സിനെ അറിയില്ലെങ്കിലും ഇവരിലൂടെ കുറച്ച് മെസ്സേജസ് ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. അതെ, ഓക്കെ. അത്ര നമ്മളുടെ ഇപ്പോഴത്തെ മീഡിയ അത്ര എഫക്ട് ചെയ്യാണ് അവർക്ക്. എഫക്ട് ചെയ്യാണ്. എന്താണിത്? ന്യൂസ് കാണാറുള്ളവർ കൈവക്ക്. ന്യൂസ് കാണാറുള്ളവര് ടിവിയിൽ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ നിങ്ങള്? ന്യൂസ് പേപ്പറിൽ എന്താ വായിച്ചത്? ഇന്നത്തെ ന്യൂസ് പേപ്പർ മൈക്കെടുത്ത് അവിടെ പറ. നീ ഇന്ന് എന്താ വായിച്ച ന്യൂസ് പേപ്പറിൽ? കറക്റ്റ്. നിങ്ങളെല്ലാരും കാണിച്ചതിന്റെ ഇന്നത്തെ ഇപ്പൊ ഒരു റിയാലിറ്റി നടക്കണ സൊസൈറ്റിയിൽ നടക്കണ എല്ലാം കാണിച്ചു.
കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഫ്രൂട്ടമാൻസിൽ ഇനി അടുത്തതായിട്ട് ഞാൻ പെണ്ണ് കാണാൻ തീരുമാനിച്ചു. അല്ല സോറി, എന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അല്ല, ഞാൻ സത്യം പറയാലോ, ഈ പെണ്ണ് കാണൽ ചടങ്ങ് റിയൽ ആയിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ചേച്ചി കണ്ടിട്ടുണ്ടോ? എന്റെ അങ്ങനെ ഉണ്ടായിരുന്നു. പെണ്ണ് കണ്ടായിരുന്നോ? ഓർമ്മയില്ലേ ശ്രീ പറഞ്ഞത്? നമ്മളുടെ പ്രോപ്പർ അറേഞ്ച് മാരേജ് ആയിരുന്നു. പ്രോപ്പർ അപ്പൊ ചായ കൊണ്ടുപോയിട്ട് വാവ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത് നമ്മൾ പിന്നെയും കാണാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു ഡബ് സ്മാഷ് ആണ്. സന്ദേശം എന്ന സിനിമയില് ശ്രീനിവാസൻ സാറിന്റെ ഒരു അടിപൊളി ഒരു രംഗമാണ്. ഒരു പെണ്ണ് കാണൽ ചടങ്ങുണ്ട്. സോ ലെറ്റ്സ് വാച്ച് ദാറ്റ്. അപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, പാർട്ടിക്കാരി മിണ്ടരുത്, വക്കീലാണ് കോടതി പോകും നോക്കിയാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്താ? ഒന്നുമില്ല, ചില കോടതി കാര്യങ്ങൾ പറയായിരുന്നു. അല്ല, റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. ഒരു തമാശക്ക് സൈഡായിട്ട്. തമാശക്കോ? പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? പറയൂ. വേണ്ട, ഞാൻ തയ്യാറെടുപ്പിച്ചോളാം. കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം. ബൂർഷാസി കം സലീം എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡൗൺ ട്രോഡൻ എ ക്വസ്റ്റ്യൻ മാർക്ക്, അഡിൽ സക്സലിയുടെ പുസ്തകം? അതുമല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ? എന്താ വായനാശീലം ഇല്ലേ? അതൊക്കെയുണ്ട്. മംഗളം വാരികയിലും മനോരമയിലും വരുന്ന മിക്ക നോവലുകളും ഇവിടെ ഞങ്ങൾ എല്ലാവരും വായിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ശരി, വായിച്ച നോവലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാണ്? ഏതാ മോളെ? അത് ഏതായാലും പറഞ്ഞേക്ക്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനോരമയിലെ ഹവ ബീച്ച്. ഹവാ ബീച്ചോ? അതെന്ത് ബീച്ചാണ്? അതേതെങ്കിലും ഫോറിൻ ബീച്ച് ആയിരിക്കും. കോട്ടയം പുഷ്പനാഥനെയും മാത്യു മറ്റത്തിനെയും മോൾക്ക് വലിയ ഇഷ്ടാ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് സാരമില്ല. എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട്. കല്യാണത്തിന് ആർഭാടങ്ങളൊന്നും പാടില്ല. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ്. ഞാനൊരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, കുട്ടി ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും. അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും. പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം. ചടങ്ങ് തീർന്നു. ഞാൻ അധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും, ഒളിവിൽ. ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ? അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും. NSP ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ. ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം. ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം. ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും. മോളകത്തേക്ക് വെക്കോ. അച്ഛൻ നേരം നീ വന്നേ. താനൊരു ഭ്രാന്തനെയാണോ എന്റെ മോക്ക് ഭർത്താവായി കൊണ്ടുവന്നിരിക്കുന്നത്? എന്നോട് ക്ഷമിക്കണം, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട, ഇപ്പൊ പോയേക്കാം. ഇവിടെ സ്റ്റാച്ചു ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സ്കിറ്റ് കഴിഞ്ഞപ്പോ ഇവര് സ്റ്റാച്ചു ആയി. ഞാൻ നോക്കട്ടെ ഇത് ആരെങ്കിലും അനങ്ങുന്നുണ്ടോന്ന്. പെണ്ണ് കാണാൻ വന്നപ്പം പെൺകുട്ടിയാണ്. പെൺകുട്ടിയുടെ പേര് മാത്രം പറഞ്ഞാൽ മതി, അനങ്ങാൻ പാടില്ല. അൻവിത. അൻവിത. അൻവിത, നൈസ് നെയിം. ചെറുക്കിന്റെ പേര് നമുക്ക് ചോദിക്കാം. ഭയങ്കര വിപ്ലവകാരി ആയതുകൊണ്ട് എനിക്കൊരു ചെറിയ പേടിയുണ്ട്. പേരെന്താ? തേജസ്. തേജസ്. ഓക്കെ, ചെറുക്കിനെ കൊണ്ടുവന്ന ആളുടെ പേര് ചോദിക്കാം. പേരെന്താ? അദ്വൈത് വി നായർ. ഓ, ഇനി പെണ്ണിന്റെ അച്ഛന്റെ അടുത്ത് നമുക്കൊരു ഹലോ പറയാം. അച്ഛന്റെ പേര് അഭിനവ്. അഭിനവ്. ഇവര് 4 പേരും ഒരു അടിപൊളി സ്കിറ്റാണ് ഇപ്പൊ. ഇല്ല കഴിഞ്ഞിട്ടില്ല. ഇവര് 4 പേരും ഒരു അടിപൊളി സ്കിറ്റാണ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും ഭയങ്കര ഇഷ്ടമായി. വേണമെങ്കിൽ തേജസ് മുഖം ഒന്ന് മുകളിലേക്ക്, മുഖം മാത്രം. അത്രേ ഉള്ളൂ. സ്റ്റാച്ചു തന്നെയാണ്. ഓക്കെ. എനിക്ക് ഈ 2 പുലിമുരുകനും ഈ ചെക്കനും ഈ പെണ്ണും 4 പേരും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റാച്ചു മാറി. ബൈ. കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഫ്രൂട്ടമാൻസിൽ ഇനി അടുത്തതായി നമ്മുടെ ഫേവറേറ്റ് സെക്ഷൻ ആണ്. എന്റെ അടുത്തുള്ള ഈ സീറ്റില് ഒരു മഹത് വ്യക്തി വന്നിരിക്കാൻ പോവുകയാണ്. വളർന്നു വരുന്ന തലമുറയിലെ ഒരു വാഗ്ദാനമാണ് അടുത്ത നമ്മുടെ ഗസ്റ്റ്. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറയാലോ, ഞാനും ഇപ്പോഴാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. പേര് മാത്രം എനിക്കറിയാം. വികാസ് ആന്റണി. Oh my God, വികാസിനെ കാണാൻ എന്ത് സ്റ്റൈൽ
സ്റ്റൈല ഒരു തമിഴ് നടൻ. ഇവിടെ ഒന്ന് ഇരുന്ന് നോക്കട്ടെ. യോ ഓ മൈ ഗാഡ് യോ മാൻ യോ എന്നൊക്കെ. ഷോ വാച്ചാ. ഒന്ന് കേറി ഇരുന്ന് നോക്കട്ടെ. എനിക്ക് ആദ്യം വികാസിന്റെ ഡ്രസ്സാണ് നോക്കട്ടെ. ടൈ ഒക്കെ ഇട്ടിട്ട് ഒരു ഷൂ ഒക്കെ അടിപൊളി ഷൂസ്. എനിക്ക് ഇപ്പൊ മനസ്സിലാവാത്തൊരു കാര്യം, കുഞ്ഞു പിള്ളേർക്ക് സമയം നോക്കാൻ അറിയോ? കുഞ്ഞു പിള്ളേർ എന്തിനാ വാച്ച് കിട്ടുന്നത്? എത്ര മണിയായി ഒന്ന് പറഞ്ഞുതരോ? 549. നോട്ട് ബാഡ്. ഡിജിറ്റൽ വാച്ച് ആണ്. ഡിജിറ്റൽ വാച്ച് അത് മതിയല്ലോ. വികാസിന്റെ പേരെന്താ? വികാസ് ആന്റണി. ആണോ? അപ്പൊ ഞാനിപ്പോ പറഞ്ഞ അതേ പേര് തന്നെയാണോ വികാസിന്റെ പേര്? അപ്പൊ വീട്ടിലെന്താ വിളിക്കാ? വിച്ചു. കിച്ചു. വികാസിന്റെ മുടിയൊക്കെ ഭയങ്കര സ്റ്റൈലാണല്ലോ. ഇങ്ങനെ ഇത്രയും സ്റ്റൈലായിട്ട് വികാസിന് ഇങ്ങനെ ഡ്രസ് ചെയ്ത് തന്ന ആരാ? അമ്മ. അപ്പൊ അതെങ്ങനെ ആലോചിച്ച് പറഞ്ഞു? അച്ഛന് പപ്പ ഡ്രസ് മേടിച്ചു. അപ്പൊ ഞാൻ ഡ്രസ് തന്നത്. പിന്നെ അമ്മ എന്താ ചെയ്തത്? അമ്മ ഡ്രസ് ഉടുപ്പിച്ചു. അച്ഛൻ ഡ്രസ് വാങ്ങി, അമ്മ ഉടുപ്പ് ഇടിപ്പിച്ചു. അപ്പൊ ഇത് രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പൊ ഇവർ രണ്ടുപേരും നമുക്ക് ആദ്യം മീറ്റ് ചെയ്യാം. അച്ഛ, അമ്മേ. ഹലോ അച്ഛ. ഹലോ അമ്മ. ആന്റണി സർ ആൻഡ് അമ്മയുടെ പേരെന്താണ്? ജെനിഫർ. ജെനിഫർ ആൻഡ് ആന്റണി. അവിടെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട്. ചാച്ചി. മോളുടെ പേരെന്താ? ലിദ്യ മേരി. ലിദ്യ. മേരി. 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 ഓക്കെ. ഓൾറൈറ്റ്. സോ അപ്പൊ എന്തായാലും വെൽക്കം ടു കട്ടുറുമ്പ്. സോ ഓഡിഷനിലൂടെയാണ് നമ്മുടെ വികാസ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. സോ ഓഡിഷനിൽ എന്താ വികാസ് ചെയ്യിപ്പിച്ചത്? ഡാൻസ് ചെയ്യിപ്പിച്ചോ, പാട്ട് ആണോ, എന്താ ചെയ്യേണ്ടി വന്ന ഓഡിഷന്റെ സമയത്ത്? എനിക്ക് പാട്ട്, പിന്നെ ഡാൻസ്, പിന്നെ ഡയലോഗ് ഇത്രയുണ്ട്. ഇത്രയും ചെയ്യോ? എത്ര വയസ്സായി? 5. എനിക്കിതൊന്നും അറിയില്ല. എനിക്ക് പാട്ട് കുറച്ചറിയാം, ഡാൻസ് അറിയേയില്ല, ഡയലോഗ് ഒട്ടും അറിയില്ല. അപ്പൊ എനിക്കിതൊന്നും പഠിപ്പിച്ചു തരണം കേട്ടോ. ചെയ്തു തരില്ലേ? ഇതൊക്കെ സിമ്പിൾ ആണോ? ചേച്ചിനായിട്ടാണ് ഡാൻസ് കളിക്കണ. ആണോ? ഒറ്റയ്ക്കല്ലേ? അപ്പൊ ലിതി ഡാൻസ് കളിക്കോ? ലിതിയാണോ ഡാൻസ് കളിക്കണം? ഓ എനിക്ക് വയ്യ. എന്തൊരു ചക്കുടുവാ നോക്കിയേ. സോ സ്വീറ്റ്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ശാന്ത മറിയ സീനിയർ സെക്കൻഡറി സ്കൂൾ. എവിടെയാ ഈ സ്കൂൾ ഉള്ളത്? ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾ വിളിച്ചാൽ മതി. അയ്യോടാ. നിങ്ങളുടെ വീട് എവിടെയാ ഉള്ളത്? വീട് ഞങ്ങൾ എന്റെ സ്കൂളിന്റെ ഇങ്ങോട്ട് ഈ വീടും സ്കൂളും എവിടെയാണ്? വീടും സ്കൂളും എവിടെ? ഈ രണ്ടും എവിടെയാണുള്ളത്? സ്കൂളിൽ ഇച്ചിരി ദൂരത്ത്. പ്രേക്ഷകരെ, ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് കട്ടുറുമ്പ് ഇത്ര ഇഷ്ടം. ബിക്കോസ് ഇവൻ സത്യസന്ധമായ ആണിത് പറയുന്നത്. ഞാനും ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. പക്ഷെ നമുക്ക് അച്ഛനോട് ചോദിക്കാം, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? ഞങ്ങൾ തോപ്പുംപടി സൗദി എന്ന ദേശത്താണ്. ആണോ? തോപ്പുംപടി എന്നാണ് വരുന്നത്. ഓക്കെ. തോപ്പുംപടി കേട്ടിട്ടുണ്ടോ? തോപ്പുംപടി കേട്ടിട്ടുണ്ടോ? ഇനി നിങ്ങൾ സ്കൂൾ എവിടെയെന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞത് തോപ്പുംപടി പറഞ്ഞേ. സൗദി എന്ന് പറയുള്ളൂ. സോപ്പും പൊടി എന്നല്ല, സോപ്പ് പൊടിയല്ല, തോപ്പുംപടി. തോപ്പുംപടി 5 പ്രാവശ്യം പറഞ്ഞ 1 2 3. ഞാനൊരു ടങ് ട്വിസ്റ്റർ പറയട്ടെ. ടങ് ട്വിസ്റ്റർ. റെഡ് ബൾബ് ബ്ലൂ ബൾബ് പറഞ്ഞേ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. കറക്റ്റ്. അത് 2 പ്രാവശ്യം പറഞ്ഞു. 3 പ്രാവശ്യം. 1 2 3 സ്റ്റാർട്ട്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. അയ്യോടാ, 5 വയസ്സായിട്ടുള്ളൂ. പക്ഷെ ടങ് ട്വിസ്റ്റ്. അപ്പൊ നന്നായിട്ട് നല്ലൊരു ഭാവിയുണ്ട്. നല്ല ഡയലോഗ് നീ പറയുന്നല്ലോ പറഞ്ഞത്. എനിക്കൊരു ഡയലോഗ് ഒന്ന് പറഞ്ഞു തരാവോ? നിന്ന് പറയണോ ഇരുന്ന് പറയണോ? നിന്നോളൂ. ഇവിടെ നിന്നോളൂ. കറക്റ്റ് സ്പോട്ട്. എന്നെ നോക്കിയല്ല, അവിടെയാണ് നമ്മുടെ പ്രേക്ഷകർ ഇരിക്കുന്നത്. പ്രേക്ഷകർ ആരാന്നറിയോ? ആരാ ഈ പ്രേക്ഷകർ? ഇങ്ങോട്ട് ഒന്ന് നോക്കട്ടെ. ആരാ ഈ പ്രേക്ഷകരാരാ? എല്ലാരും. അപ്പൊ എല്ലാവർക്കും ഒരു ഹലോ പറഞ്ഞേ. ഹലോ. ഹായ്. അപ്പൊ വികാസ് ഇപ്പൊ നമുക്ക് വേണ്ടി ഒരു 4 അടിപൊളി ഡയലോഗ് പറയാൻ പോവാണ്. എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്തെന്ന് പറഞ്ഞ്. അതെ, ക്ലാപ്പ് ചെയ്തു. അപ്പൊ ഇനി ഡയലോഗ് പറഞ്ഞു കേക്കട്ടെ. അതിമോഹമാണ് ഗണേശ, അതിമോഹം. എൻ്റെ അച്ഛൻ്റെ ചിര കത്തുവരെ നിനക്ക് ജീവനുണ്ടായിരിക്കുമെന്ന് അതിമോഹം. അത് തെറ്റാൻ തോന്നുമ്പോൾ നീ വാ. അച്ഛൻ്റെ കാലിൽ 2 3 നഖം വെട്ടിത്തരാം. അത് ചന്ദനം മുട്ടി വെച്ച് കത്തിച്ച് ആശീർക്കാം. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എന്ന് ചുടം വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും പുതിയ കളികൾ പഠിപ്പിക്കാനും
ഇപ്പൊ അമ്മണ് ദിനേശ. അവന്റെ വിരല് കണ്ടോ, മറ്റേ ഗംഗയെ വിടമാട്ടെ ആ വിരലും മോഹൻലാലും ശോഭനയും കൂടെ മിക്സ് ആയിട്ടാണ് നീ കാണിച്ചത്. സൂപ്പർ ആയിരുന്നു. എനിക്ക് ഇനിയൊരു ഡയലോഗ് കൂടി ഉണ്ട്. പറഞ്ഞോളൂ. ഈ ഡയലോഗ് കേൾക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നേരാതിമേനെ ഇപ്പൊ ചമ്പളിക്കുടത്തിൽ പോയിട്ടില്ല. മരമിട്ട് കാണാണ്ടപ്പൻ കൺമുമ്പിളച്ചേണ്ട അമ്മച്ചയെ കാറി പിടിച്ചത് ഒറ്റ വെറ്റിന് രണ്ടുണ്ടാക്കിയിട്ട് എണ്ടപ്പൻ ജയിലിൽ പോകുമ്പോ എനിക്ക് 9 വയസ്സ്. ഇത് പറയുന്ന ഇവർ 5 വയസ്സ്. എല്ലാരും ക്ലാപ്പ് ചെയ്യും. നിനക്ക് ആ 9 പോലും ആയിട്ടില്ലടാ വയസ്സ്. ഇതൊക്കെ നിനക്ക് ആരാണ് ഈ 5 വയസ്സിൽ പഠിപ്പിച്ചതെന്ന്? ആരാ പഠിപ്പിച്ചതെന്ന്? പപ്പയ്ക്ക് ഒരു നല്ല കൈഡി. വികാസിന്റെ സ്കൂളിൽ എത്ര ഫ്രണ്ട്സ് ഉണ്ട് വികാസിന്? സാമുവലുണ്ട്. സാമ്പാറോ? സാമുവൽ. ഓക്കെ. ഹാമിൽട്ടൺ ഉണ്ട്. ഹാമിൽട്ടൺ. ഹാരോൾഡ് ഉണ്ട്. ഹാരോൾഡ് ഉണ്ട്. അഗിത ഉണ്ട്. അഗിത. ഓക്കെ. അഗിത ഉണ്ട്. പിന്നെ ഈ അഗിത ആരാ? അഗിത ആരാ? ഗേൾ. ഫ്രണ്ട് ആണോ? വിരാട് ഉണ്ട്. വിരാട് കോഹ്ലി ആണോ? ആ പിന്നെ ആണ്. അതാണാണ്. ഓക്കെ. വിരാട് കോഹ്ലി ആരാണ് അറിയോ മോനെ? ആരാത്? എന്റെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതെ, പിന്നെ വിരാട് കോഹ്ലി ഇവന്റെ അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടിയാണ്. അവന്റെ അവൻ LKG LKG-ലായിട്ടുള്ള വിരാട് കോഹ്ലി. ആ ഇതൊന്നും അറിയില്ല ശ്രീ ചേച്ചിക്ക്? തോപ്പുംപടിയിൽ പോയി നോക്കാം. ഹെലൻ ഉണ്ട്. അല്ല ഇതിപ്പോ എത്ര നേരം എടുക്കും ഇത് തീരാൻ? ഇനി എത്ര പേരുണ്ട് മൊത്തം? എത്ര പേരുണ്ട്? കൊറേ പേരുണ്ട്. അപ്പൊ ജസലുണ്ട്. പിന്നെ ഓസ്റ്റിൻ ഉണ്ട്. നീ അപ്പൊ ഒരു സംഭവം ആണല്ലോ. 5 വയസ്സേ ഉള്ളെങ്കിലും 10 ഫ്രണ്ട്സ് ഉണ്ട്. സാധാരണ 5 വയസ്സുള്ളവർക്ക് ഒരു ഫ്രണ്ട് ഉണ്ടാവാറുള്ളൂ. നിങ്ങൾക്ക് 10. അപ്പൊ നിങ്ങളൊക്കെ ഈ ഗ്യാങ് ആയിട്ട് നിങ്ങൾ കുറുമ്പ് കാണിക്കാറുണ്ടോ സ്കൂളില്? ഇല്ല. ടീച്ചർ വഴക്ക് പറയാറുണ്ടോ? ടീച്ചർ ഞാൻ തെറ്റുകളൊക്കെ കുറച്ച് നേരം വഴക്കൊക്കെ പറയുന്നുണ്ട്. എന്ത് തെറ്റാണ് ചെയ്യാറ്? എന്ത് തെറ്റാ ചെയ്ത സ്കൂളില്? ലാസ്റ്റ് ആയിട്ട് എന്തിനാണ് വഴക്ക് പറഞ്ഞത്? ഞാനേ അവളെ എല്ലാരോടുമ്പോളെ ഞാനേ എപ്പോഴും ഫ്രണ്ടിലോടുമ്പോ അവരാണ് തല്ലിട്ടിട്ടും പോവും. അവേ ഞാനോടുമ്പോളെ അവരെന്നെ തല്ലിട്ടിട്ടും പോകുന്നുണ്ട്. അപ്പൊ നിന്നെ തല്ലിയിട്ടപ്പോ നിന്നെ ടീച്ചറും വഴക്ക് പറഞ്ഞാ? അല്ല, ഞാൻ അവരെ തല്ലിട്ടു. അപ്പൊ ടീച്ചറിന്റെ വഴക്ക് പറഞ്ഞു. ഇവനാണ് നടൻ. ഇവരാണ് നമ്മ പറഞ്ഞ നടൻ. ഓക്കെ. അപ്പൊ എക്സാമിനൊക്കെ എത്ര മാർക്സ് കിട്ടാറുണ്ട്? എനിക്ക് കുറെ മാർക്ക് കിട്ടാറുണ്ട്. 10 out of 10 ആണോ അതോ 9 out of 10 ആണോ? 100. അമ്മേ ഇതൊക്കെ കറക്റ്റ് ആണോ? ശരിക്കും ഞാൻ വിചാരിച്ചു ചേച്ചിയാന്ന്. പിന്നെ മനസ്സിലായത് അമ്മയാ. ഓക്കെ. 25 മേടിക്കും. ആണോ? അപ്പൊ നന്നായിട്ട് പഠിക്കും. നന്നായിട്ട് പഠിക്കും. നല്ല ഗ്രാസ്പിംഗ് പവർ, നല്ലൊരു ബുദ്ധിയുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഇനി ഒരു പാട്ടാണ് നമ്മൾ വികാസിന്റെ കയ്യിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഒരു അടിപൊളി കാരയോക്കെ പാട്ട്. ഓക്കെ, റെഡി? സോ ഈസ്റ്റേൺ കട്ട്റൂമിലെ നമ്മുടെ ഈ കുട്ടി കട്ട്റൂമിൽ നിന്ന് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇദ്ദേഹം പാടാൻ പോകുന്ന പാട്ട് ആക്ച്വലി എന്റെയും എന്റെ ഡാഡിയുടെ ഒക്കെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. നീ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? എന്താ ഞാൻ പറഞ്ഞത്? എന്റെ ഡാഡിയുടെ ഫേവറേറ്റ് സോങ് ആയത്. ഞാൻ കുഞ്ഞു വാവയായിരുന്നപ്പം എനിക്ക് ഡാഡി ഈ പാട്ട് പാടി തന്നാണ് ഓർക്കെ. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? കണ്ണേ കലമാനെ. സോ മ്യൂസിക് പ്ലീസ്. കണ്ണേ
വികാസ്. താങ്ക് യു. Thank you. വെൽക്കം. ശ്ശോ, എന്തൊരു നന്നായിട്ട് ഒരു വേർഡ് പോലും തെറ്റിക്കാണ്ട് പാടി. അതെങ്ങനെ വികാസ്? അത് പഠിപ്പിച്ച അച്ഛനെയും അമ്മേനെയും ഒക്കെ ഞാൻ അല്ല, സ്റ്റേജിലേക്ക് ഞാൻ നോക്കുമ്പോ അച്ഛന് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ശരിക്കും ഈ വയസ്സിൽ ഇങ്ങനെ പാടിപ്പിക്കാന്നുള്ള ഈസി ഇത്ര അല്ല. So please നന്നായി പാടി come on to the ഇവന് stage. നന്നായി പാടി. ബിക്കോസ് കരോക്കയിൽ പാടുക എന്ന് പറഞ്ഞാൽ ഒരു ബീറ്റ് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. സോ ദാറ്റ്സ് റിയലി. ആരാ പഠിപ്പിച്ചു കൊടുത്ത്? ഒരുമിച്ച് പഠിപ്പിക്കണം, ഞാനും പഠിപ്പിക്കും, അതെ. എനിക്കും പഠിപ്പിക്കും. അല്ല, എനിക്ക് അച്ഛൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. എന്തായാലും മോനു നന്നായി പാടി. ഏറ്റവും ജാസ്തി എന്താ Jennifer അറിയാം? and Anthony. യെസ്, പ്ലീസ് കം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സോങ്ങാണ്. ഇവൻ ചെറുപ്പത്തിലെ കുറേ പാടി കൊടുത്തിട്ടുണ്ട് ഇവന്. യൂഷ്വലി നമ്മൾ മലയാളം പാട്ടാണ് പഠിപ്പിക്കുക, പക്ഷേ ഇറ്റ്സ് ലൈക്ക് തമിഴ് എന്ന് പറഞ്ഞാൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു പാട്ടാണ്. അതും SP സാറിൻ്റെ ഒരു ഇത്ര ക്ലിയർ ആയിട്ട് സൂപ്പർ. വെരി എനിക്ക് തോന്നുന്നു ഒരു ചാറ്റ് സെക്ഷനിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് കിഡ്. Yes. റിയലി Thank you. വെരി നൈസ്. താങ്ക് യു. നമ്മുടെ കഴിഞ്ഞിട്ടില്ല. ഇനി ഇവരുടെ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. brother and sister ചേച്ചി. ബ്രദർ ആൻഡ് സിസ്റ്റർ ഡാൻസ് ചെയ്യാൻ പോവല്ലേ നിങ്ങൾ രണ്ടുപേരും? ഏത് പാട്ടാണ് ഡാൻസ് ചെയ്യാൻ പോകുന്നത്? ഏത് പാട്ടാണിത്? ഋത്തിക് റോഷന്റെ പാട്ട്. ഋത്തിക് റോഷന്റെ പാട്ടാ? ഋത്തിക് റോഷന്റെ പോലെ നീ ഷർട്ട് കൂരിട്ടാണോ ഡാൻസ് ചെയ്യാൻ പോണേ? ഇല്ല, ഷർട്ട് ഇട്ടോണ്ട് തന്നെയാണ്. ഇക്ബൽ കാ ജീന അതാണോ? കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ. ഞാൻ വിചാരിച്ചു അവൻ മറ്റേ ഋത്തിക് റോഷൻ. ഇവര് കട്ടപ്പനയിലെ ഋത്തിക് റോഷനെ കുറിച്ചാണ് പറഞ്ഞത്. സൂപ്പർ. കാണാം. ഇത്രേ നമ്മൾ ചാറ്റ് സെക്ഷൻ യൂഷ്വലി ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ടാവും, പക്ഷെ ദിസ് ഇസ് എല്ലാരും പെർഫോമൻസ് ആണെന്ന്. ഒരു സർപ്രൈസ് എന്താ അറിയാ, അവര് പാട്ട് മാത്രല്ല പാടുന്നത്, ഡബ് സ്മാഷും ഉണ്ട്. Are you serious? Really, this is like one of the best chat section. ആദ്യമായിട്ടാണ് അച്ഛനും അമ്മയും ഡബ് സ്മാഷ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അത് എന്താന്ന് കാണണം. അമ്മച്ചി, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെയിം ടു യു ബ്രോ. എന്താണ് ഫോണില്? ഫേസ്ബുക്കിലാണോ? ഉവാ, നീയും ഫുൾ ടൈം ഫേസ്ബുക്കിലാണല്ലോ. നീ ആ കനികാമേനെ സ്വയം കൊടുക്കണുണ്ടാ? ഏത്? +2 പഠിക്കണ കനിഹാമേനോനാ? ആ, അറിയാന്നാ? അതേടാ. അമ്മച്ചിക്ക് എങ്ങനെ? അതിന് നീ കനികാമേനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അന്നാ ഇപ്പൊ കണ്ടു. ഞാൻ തന്നെയാടാ. എപ്പോഴും ചോദിക്കും വിചാരിച്ചു ഞാൻ എന്താ ഡ്രസ് ആയിട്ടേക്കണേന്ന്. ഞാൻ എപ്പോഴും ചട്ടയും കൊണ്ടായിരിക്കും. ഇനി മേലെ ചോദിക്കരുത് കേട്ടാ. ഈ ഉജാല വണ്ടി മാറ്റിച്ച് വല്ല ആര് ഡ്രൈവേഴ്സിനൊക്കെ എടുക്കണപ്പാ. ഹെവി സ്പോർട്ടിയും റൈഡിയും പൊസിഷനാണ്. ബാക്ക് മോണോഷോക്ക് ഉണ്ടല്ല, സൂപ്പർ പെർഫോമൻസ് ആണ്. ഇതേപോലെ വഴിയെ കിടത്തിയല്ല. കള്ള പഴയ ആളൊന്നും അല്ലാട്ടാ. ഹൈടെക്. എന്റെ പൊന്ന് ജോസഫേട്ട, 500 വരെ ചിക്കൻ ബിരിയാണി അല്ലേ? അത് ഞാൻ ഏറ്റെന്ന്. അപ്പൊ ശരി, ഞായറാഴ്ച കാണാം. ഓക്കെ. അല്ല പിന്നെ ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന? ഏയ്, ഞാനിപ്പോ ദുരന്തമൊന്നും പറയാറില്ല. അതൊക്കെ എന്നെ നിർത്തി. ആഹാ, ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ. അരമണിക്കൂർ കൊണ്ട് സ്റ്റാർട്ടായല്ലോ വണ്ടി. പോവാം. രജുഭായ്, ഷിബുവിന്റെ കല്യാണത്തിന് നമുക്ക് തർക്കണ്ടേ? പോലെ അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. എന്തോന്ന് കല്യാണം കഴിക്കാൻ ഞാനും ഒരുങ്ങിക്കെട്ടി പള്ളി പോയി നിന്നതാ. എന്നിട്ടെന്തായി? പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വിളിക്കാൻ പോയ കാറുകാരുടെ ഒപ്പം അവള് പ്രേമിച്ച് ഒളിച്ചോടി പോയി. ഈ ഷിബുവിന്റെ പെണ്ണും പന്തലി വരും. നിനക്ക് വല്ല ഉറപ്പുണ്ടാ? ബായ് ദുരന്തം പറച്ചിലൊക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഓ, ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇവൻ. ഓ, എന്റെ തള്ളയുടെ തള്ളയായപ്പോ അല്ലേ ചവിട്ടിക്കറി വാ. അല്ല, ഈ പ്രാവശ്യം നിങ്ങൾ പട്ടായിക്ക് പോണില്ലേ? ഞാനും വന്നുണ്ട്. ഞാനും. എന്നാ ഞാൻ വന്നില്ല. എന്നാ ഞാനും ഇല്ല. ഓ, അപ്പൊ നിങ്ങൾ ടൂർ പോയാണ്. പണ്ട് ഇതുപോലെ തന്നെ എന്റെ അമ്മാവൻ ടൂർ പോയ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞിട്ട് അതിലുള്ളവര് മൊത്തം ബോട്ടിൽ തീർന്നു പോയി. നീ വണ്ടി എടുക്കടാ. ഒരാളെങ്കിലും രക്ഷപ്പെടാറില്ല. പോലടാ, അമ്മാവനെ 9 കഷ്ണമായിട്ട് കൊണ്ടുവന്ന കഥയോട് കേട്ടിട്ട് പോടാ. അപ്പൊ അത് ഡബ് സ്മാഷ് ആയിരുന്നു. ഇനി എന്താണ് ഡാൻസ്, എന്താ പെർഫോം ചെയ്യാൻ പോകുന്നത്? പ്രേമം എന്നാൽ എന്താണ് പെണ്ണെ എന്നുള്ള ആ അമറക് ബന്ധണിയിലെ പാട്ട്. ഇത് രണ്ടായി കഴിഞ്ഞിട്ട് ഈ ചോദ്യം തന്നെയാണോ? ആയി കഴിഞ്ഞിട്ട് ഈ ചോദ്യം ഇപ്പോഴും ചോദിക്കും. ഇനിയും പ്രേമം എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല? ആ പ്രേമം ഉള്ളതുകൊണ്ടാണ് ഇവിടെ രണ്ടുപേരും ഞങ്ങളുടെ മുമ്പിൽ. ശ്രമിച്ചു നോക്കട്ടെ പ്രേമം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ലക്ക്. യെസ്. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ? അത്
കരളിനുള്ളിലെത്തിയാണു കണ്ണേ. പ്രേമം എന്നാൽ എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. പ്രേമം എന്നാൽ എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. കള്ളു കുടിച്ചാലും പോവൂല, അത് സാമി വലിച്ചാലും മാറൂല. കള്ളു കുടിച്ചാലും പോവൂല, അത് സാമി വലിച്ചാലും മാറൂല. ചങ്ക് പറിച്ചെടുത്ത് പെണ്ണുങ്ങട കൈ കൊടുത്താലും വെറും ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞിട്ട് നീക്ക് ദൂരെയെറിയില്ല സുന്ദരി പെണ്ണേ. ചെമ്പരത്തിപ്പൂവെടുത്ത് ചെവിയിൽ ചൂടും നാം, പിന്നീ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും. ചെമ്പരത്തിപ്പൂവെടുത്ത് ചെവിയിൽ ചൂടും നാം, പിന്നീ നാട്ടിലെ ശശിയാകും ശശാങ്കനാകും. പ്രേമം എന്നാൽ എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. ചില തന്റെ വായാടി പെണ്ണുങ്ങൾ കലവില ചുമ്മാതെ വായിട്ടടിക്കും. ബുദ്ധിയുണ്ടെന്ന് പുറമേ നടിക്കും, കിണിയിൽ പോയി വീണിട്ട് കാലിട്ടടിക്കും. ചില തന്റെ വായാടി പെണ്ണുങ്ങൾ കലവില ചുമ്മാതെ വായിട്ടടിക്കും. ബുദ്ധിയുണ്ടെന്ന് പുറമേ നടിക്കും, കിണിയിൽ പോയി വീണിട്ട് കാലിട്ടടിക്കും. കണ്ടില്ലേ അണുങ്ങടെ കലികാലം, പെണ്ണുങ്ങളും തെങ്ങുന്ന കരണകാലം. കോലം കണ്ടാൽ എലിയെ പോലുള്ള പെണ്ണും, കോപം കൊണ്ടാൽ പുലിയെ പോലങ്ങ് ചാടും. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അണുങ്ങടെ കണ്ണ് കെട്ടിന്നറിയാം. എങ്കിലും മനയിടഞ്ഞിട്ടും കൊല്ലുന്നറിഞ്ഞിട്ടും പാപ്പാന്റെ ജോലിക്ക് ആണുങ്ങൾ പോണില്ലേ പെണ്ണേ. ചുമ്മാ മാങ്ങാത്തൊലി കാര്യം ചൊല്ലി നേരവും പോയി. ഒരു തേങ്ങാ കൊല പാട്ടിന്റെ ഒപ്പം താളവും തുള്ളി. ചുമ്മാ മാങ്ങാത്തൊലി കാര്യം ചൊല്ലി നേരവും പോയി. ഒരു തേങ്ങാ കൊല പാട്ടിന്റെ ഒപ്പം താളവും തുള്ളി. പ്രേമമെന്നാൽ എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. ഓ മൈ ഗോഡ്, ഇവന്റെ എനർജി കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. ഒരു മിനിറ്റ്, അമ്മേ ജെനിഫർ നന്നായി ഡാൻസ് ചെയ്തു. ഹീറോ എപ്പോഴും പുലിക്കളിക്ക് വരെ പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ ആന്റണി ചേട്ടൻ. എന്താ ഇപ്പൊ സംഭവിച്ചത്? വന്ന പോലെ ഒന്നല്ലല്ലോ, പൂച്ച പോലെ വന്ന് പുലി പോലെ ഇവിടെ പെർഫോം ചെയ്തിട്ട് നിൽക്കുകയാണ്. ശരിക്കും പറയാ പിള്ളേർക്കൊപ്പം പേരൻസും കുഞ്ഞുങ്ങളെ പോലെ തന്നെ അടിച്ചു പൊളിച്ച് ഡാൻസ് ചെയ്ത് ഒരു എന്താ പറയാ ചമ്മലൊന്നും ഇല്ലാണ്ട് ജോളി ആയിട്ട് ശരിക്കും നമ്മുടെ നെക്സ്റ്റ് റൗണ്ട് ആണ് ഇങ്ങനത്തെ ഒരു റൗണ്ടിന്റെ ഒരു ടീസർ ആണ് ഇത് വരുന്നുണ്ട്. വെറും ഒരു സാമ്പിൾ. നമ്മുടെ ഫാമിലി റൗണ്ടിൽ ഇങ്ങനെയാണ് ഒരുപാട് സർപ്രൈസസ് വരും. നമ്മുടെ കൂടെ അവരുടെ പേരൻസും അല്ലാതെ അവരുടെ ഫാമിലി പെർഫോം ചെയ്യാൻ പോണ്. ചെറിയൊരു ടീസർ. യെസ്, ആൻഡ് താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു പെർഫോമൻസ് തന്നതിന്. അപ്പം ഈസ്റ്റേൺ കട്ടുറുമ്പ കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഫ്രൂട്ടമാൻസിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് വിത്ത് an amazing dance performance. ഇനി ഒന്നും കൂടി ബൈ നമ്മളുടെ ചേച്ചിന്റെ പേരെന്താ? ലിദ്യ മേരി. Okay, ലിദ്യ മേരി ബൈ ലിദ്യ ആൻഡ് വികാസ്. ബൈ, സേ ബൈ. ബൈ 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 ബൈ. വാവാ നക്ഷത്രമേ அந்த பூவானம்
ഉനക്കുതാനേ മിന്ന മിന്നിക്കും കാലം വന്നാൽ ആ നീലാകാശത്തെ മായാ നക്ഷത്ര കാവിൽ മിന്നാമെടാ അയ്യോ സഹോ നീ പോരിക്കടാ മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ നാടൻ പാട്ട് പങ്കുതി കൊണ്ടാട്ടമാണിന്നടാ മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ രജനി എല്ലാരും ജനത്തിൻ തോൾ ചേർന്ന നടികരടാ പകിട്ടിൽ വീഴാത്ത മനസ്സൊന്നുണ്ടെങ്കിൽ നീയും എവർക്കും നൻപനടാ റോഷൻ ഇന്ന് ടീനേജിൻ പാഷൻ റോഷൻ തിളപ്പുള്ള ടീനേജിൻ പാഷൻ ചിത്രം വന്നാൽ ട്രാഫിക് ബ്ലോക്ക് സ്ക്രീനിൽ കണ്ടാൽ ബാലഭൂവ നാട്ടിൽ നീളെ യൂത്തിന്റെ കൂട്ടേ മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആശപ്പെട്ടൊരു യോഗം എത്തിയടേ